ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, ഇപ്പോൾ നേരത്തെ ശ്രീ ദിലീപ് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും നാളുകളിൽ, ദിവസങ്ങളല്ല വരും നാളുകളിലൊക്കെ നമ്മൾ അങ്ങോട്ടേക്കൊക്കെ മറ്റു ഗോളങ്ങളിലേക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ വിനോദയാത്രയ്ക്ക് പോകുന്ന അതൊക്കെ ആയിരിക്കാം നടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നമുക്കൊന്നും അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയൊക്കെ ഒരുപക്ഷെ അങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ ഒരു തുടക്കം കൂടിയാകാം ഇതെല്ലാം. ഇപ്പോൾ ഈ ഒരു യാത്ര തന്നെ നമ്മൾ നോക്കിയാൽ ഒരു വിനോദയാത്ര പോലെ വളരെ സന്തോഷത്തിൽ അങ്ങനെ ആ തരത്തിലേക്ക് അവർ പോകുന്നത് നമ്മൾ ചില ദൃശ്യങ്ങൾ കാണുമ്പോഴൊക്കെ നമുക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്ന രീതിയിലല്ലേ. ഇപ്പം ഞാൻ വായിച്ചറിഞ്ഞത് ഇവർ മാംഗോ ജ്യൂസും ഇദ്ദേഹം കൊണ്ടുപോയിരിക്കുന്ന ഭക്ഷണം, മാംഗോ ജ്യൂസ്, അതുപോലെ തന്നെ ഹൽവ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഭക്ഷണമായി കൊണ്ടുപോയിട്ടുള്ളത്. അതെ അതെ, അങ്ങനെയൊക്കെ, അതെ, ക്യാരറ്റ് ഹൽവ, മാംഗോ ജ്യൂസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇതൊരു ശരിക്കും ഒരു വിനോദയാത്രയ്ക്ക് പോകുന്ന അതേ തരത്തിൽ അത്രയും അവർ ആസ്വദിച്ചൊക്കെ പോകുന്നു ആ യാത്ര. അങ്ങനെ നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട് ഡോക്ടർ കമ്മത്ത്. തീർച്ചയായിട്ടും. കാരണം ഇതൊരു പിക്നിക് പോലെയാണ്. വളരെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നല്ല കാഴ്ചകൾ തരുന്ന ഒരു പിക്നിക്കാണ്. അവരുടെ ഈ സ്യൂട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു ബൈക്ക് യാത്രികർ പോകുന്ന പോലുള്ള ഒരു സ്യൂട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള സ്പേസ് സ്യൂട്ടാണ്. പണ്ട് നമ്മൾ ചാന്ദ്രയാത്രികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന സ്പേസ് സ്യൂട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും ഒരു മർദ്ദം കേന്ദ്രീകരിച്ച ഒരു വല്ലാത്ത ഒരു രൂപമായിരുന്നു. പക്ഷേ ഇപ്പോൾ സാധാരണ ഒരു ബൈക്ക് യാത്രികർ അല്ലെങ്കിൽ ഒരു ബൈക്ക് റേസർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു സ്യൂട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒരു മുന്നേറ്റമാണ്. അപ്പോൾ വളരെ സാധാരണമായി ഇത്തരത്തിലുള്ള യാത്ര എത്രയോ പേര്, 300ഓളം പേര് ഇപ്പോൾ സ്പേസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സുരക്ഷിതമായിട്ട് മടങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് മാത്രം ചില കുഴപ്പങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഞാൻ മുന്നിൽ കാണുന്ന ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് വൈദ്യശാസ്ത്ര സംബന്ധമായിട്ടുള്ള മുന്നേറ്റമാണ്. മസിൽ റീജനറേഷനുള്ള ISROയുടെ എക്സ്പെരിമെൻറ്റ് സക്സസ് ആകുകയാണെങ്കിൽ ഇവിടെ ഭൂമിയിൽ പല കാരണങ്ങൾ കൊണ്ട്, അപകടങ്ങൾ കൊണ്ട്, ജന്മന അല്ലെന്നുണ്ടെങ്കിൽ വാർദ്ധക്യം കൊണ്ട്, കോശങ്ങൾക്ക് ബലക്ഷയം സംഭവിച്ചവർക്ക് അതിൻ്റെ റീജനറേഷൻ, പുനരുജ്ജീവനം നടത്താനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, സ്പേസ് ടെക്നോളജി നമ്മുടെ അടുക്കളയിൽ വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്, നമ്മുടെ സ്വീകരണ മുറിയിൽ വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദീർഘദൂര ആശയവിനിമയം, മൊബൈൽ ഫോൺ, മൈക്രോവേവ്, അങ്ങനെയുള്ള എത്രയോ ഉപകരണങ്ങൾ നമുക്ക് സ്പേസ് ടെക്നോളജിയുടെ ഭാഗമായിട്ട് കിട്ടി. സിലിക്കോണിൻ്റെ ടൈൽസ്, താപം ക്രമീകരിക്കുന്നത്, അതുപോലെ ലേസർ നിയന്ത്രിതമായിട്ടുള്ള പല കാര്യങ്ങളും, നമ്മുടെ റിമോട്ട്, ഇത്തരത്തിലുള്ള എത്രയോ കാര്യങ്ങൾ സ്പേസ് ടെക്നോളജിയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടി. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് സ്പേസ് ടെക്നോളജിയുടെ ഒരു ഫലമായിട്ടാണ്. അപ്പം അത്തരത്തിലുള്ള വലിയ മുന്നേറ്റമാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ സ്പേസ് ലാബാണ് ISS. ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് സ്പേസ് ഫാക്ടറികളാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഉപകരണങ്ങളും വസ്തുക്കളും നിർമ്മിക്കാനുള്ള സ്പേസ് ലബോറട്ടറീസ് നമ്മുടെ നിയർ എർത്ത് ഓർബിറ്റിലുണ്ടാകും, ലോ എർത്ത് ഓർബിറ്റിലുണ്ടാകും. പിന്നീട് അല്പം ദൂരെയായിട്ട് ഉള്ള ഓർബിറ്റുകളിൽ സ്പേസ് കോളനികൾ ഉണ്ടാവും. സ്പേസ് കോളനികൾ എന്ന് പറയുന്നത് ഭൂമിയിൽ ട്രോമയൊക്കെ സംഭവിച്ചിട്ട് കിടപ്പിലായ ആളുകൾക്ക് അവിടെ അനായാസം ഒഴുകി നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോളനികൾ. നമ്മളിപ്പോൾ ഹൗസിംഗ് കോളനി പോലെ ഒരു ഫ്ലാറ്റിൽ ഏകദേശം 100-150 കുടുംബങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഒരു കോളനി അവിടെ സൃഷ്ടിക്കാൻ പറ്റും. സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്ന കോളനി. അതിനുവേണ്ടിയാണ് ഈ മൈക്രോ ആൽഗയും മൈക്രോ ഗ്രീൻസും ഒക്കെ അവിടെ, അതുപോലെ വിത്തിനങ്ങളുമൊക്കെ നമുക്ക് അവിടെ പോയി അത് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി ആ കോളനി സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ഉള്ള ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനും പിന്നീടുള്ള സ്പേസ് സ്റ്റേഷൻസും ലൂണാർ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ഒരു ഇടത്താവളമായിട്ട് മാറും. പിന്നീട് ചൊവ്വയിലേക്കുള്ള സ്പേസ് സ്റ്റേഷന് വേണ്ടിയുള്ളതും അല്ലെന്നുണ്ടെങ്കിൽ ചൊവ്വ കോളനികൾക്ക് വേണ്ടിയുള്ളതും. ഇത് വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ നടക്കാൻ പോവുകയാണ്. ഈ അടുത്ത ഒരു നൂറ്റാണ്ടെന്ന് പറയുന്നത് സ്പേസ് ടെക്നോളജിയിലും സ്പേസ് എക്സ്പ്ലോറേഷനും വളരെ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. പ്രത്യേകിച്ച് സ്വകാര്യ സംരംഭകരും ഒക്കെ ഇതിലേക്ക് ഉൾപ്പെട്ട് വരുന്നത് കൊണ്ട് വലിയൊരു മുന്നേറ്റമാണ് ഇതിൽ ഉണ്ടാകാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും ഭൂമിയിലെ നമ്മുടെ ജീവിതത്തെ സുഗമമാക്കാൻ സഹായിക്കുകയും ചെയ്യും. പക്ഷേ എനിക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ എമ്പാടും നടക്കുന്ന ആ ഒരു യുദ്ധഭീഷണികളും ബോംബുകളും ആളുകളെ കൊല്ലലും ഒക്കെ, ഇതൊന്നും ഇവിടെ കൊണ്ട് നിൽക്കാൻ പോകുന്നില്ല. ഒരു നിഷ്കളങ്കയായ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ഇനിയിപ്പോൾ സ്പേസ് വാറിൻ്റെ തുടക്കമാകുമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ് ആ പെൺകുട്ടിയുടേത്. പക്ഷേ അതൊരു ഉൾക്കിടലമാണ് തന്നത്. കാരണം ഇത്തരം അവസ്ഥകൾ ഇവിടെ മാത്രമല്ല, ഇത് സ്പേസിലേക്കും കടക്കാൻ പോവുകയാണ്. ചന്ദ്രനിലും ചൊവ്വയിലും നമ്മളിനി നക്ഷത്രാന്തര യാത്ര പോയാലും നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ള ഹോളിവുഡ് സിനിമകളിലൊക്കെ
അവർ തമ്മിൽ നടത്തുന്ന യുദ്ധങ്ങളും ക്യാപ്ചറും ഒക്കെയാണ്. അപ്പോൾ ഒരു മാനവരാശിയുടെ ഒരു രീതിയാണ് ഇത്തരത്തിലുള്ള കീഴടക്കലും മറ്റു കാര്യങ്ങളും.